ഹലോ ഫ്രണ്ട്സ്, ഒരു വാഹനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് ഒരു വാഹനത്തിൻ്റെ ടയർ. ഇടയ്ക്ക് നമ്മൾ വാഹനത്തിൻ്റെ ടയറിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യാറുണ്ട്. പ്രഷർ തീർത്തും കുറഞ്ഞ അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് വാഹനത്തിൻ്റെ ടയർ പഞ്ചറാണോ എന്ന് നോക്കാറുണ്ട്. ടയറിൻ്റെ സൈഡിൽ ഏതെങ്കിലും തരത്തിലുള്ള തേയ്മാനം സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട്. പക്ഷെങ്കിൽ പല ആൾക്കാർക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാഹനത്തിന് ടയർ എത്ര കാലമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയില്ല. അതോടൊപ്പം തന്നെ ടയറിൻ്റെ സൈസും സ്പെസിഫിക്കേഷനും ഒന്നും പല ആൾക്കാർക്കും ധാരണയില്ല. എന്നാൽ ഇതെല്ലാം നമ്മളുടെ ടയറിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നതാണ്. പക്ഷെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല, അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ചില ഇൻഫർമേഷൻസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ടയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആ കാര്യങ്ങളെല്ലാം ടയറിൽ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ ടയർ നോക്കി മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ടയർ നിങ്ങൾ നോക്കി കാണിച്ചുകൊണ്ട് തന്നെ പറഞ്ഞുതരാം. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾ നോക്കുക, ഇത് പുതിയൊരു ടയറാണ്. നമ്മൾ സാധാരണ ഒട്ടുമിക്ക ആൾക്കാരും ഒരു ടയർ യൂസ് ചെയ്യുന്നത് ആ ടയറിൻ്റെ നൂല് മാക്സിമം തെളിയുന്നത് വരെ ടയർ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ ചെയ്യുവാൻ പാടില്ല. എല്ലാ വാഹനത്തിൻ്റെ ടയറിൻ്റെ, അതായത് ഏതൊരു പ്രോഡക്റ്റിൻ്റെ ടയറും ആയിക്കോട്ടെ, ആ ടയർ മാക്സിമം നമ്മൾ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കാലാവധി വാഹനത്തിൻ്റെ ടയറിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ടയറിൻ്റെ ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കിക്കേ. ഈ ഒരു ഭാഗത്തോട്ട് നമ്മളിങ്ങനെ നോക്കി താഴോട്ട് വരുമ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു കട്ടിങ് കാണാം. അതേ ഒരു ബാറ് ഇവിടുന്ന് ഇങ്ങനെ നീളത്തിൽ വന്നേക്കുന്ന ഒരു ബാർ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾ നോക്കുക, കണ്ടില്ലേ? അതായത് ഈ ഒരു ബാർ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ മാക്സിമം ടയർ യൂസ് ചെയ്ത് ഏകദേശം ഈ ഒരു ബാറിൻ്റെ ഈ ഒരു ഭാഗത്തോട് അടുത്ത് വരുമ്പോൾ പിന്നെ നമ്മൾ ഈ ടയർ യൂസ് ചെയ്യാൻ പാടില്ല, റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമായി എന്നുള്ളതാണത് കാണിക്കുന്നത്. അത് നമുക്കിത് ഈ ഒരു ഭാഗത്തും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു വാഹനത്തിൻ്റെ ടയർ യൂസ് ചെയ്യുമ്പോൾ ഏകദേശം ഇത്രയും ഒരു അളവിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ ടയർ റീപ്ലേസ് ചെയ്തിരിക്കണം. കാരണം നമ്മളുടെ ജീവൻ്റെ കാര്യമാണ്. ടയർ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വലിയ അപകടമുണ്ടാകും. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വണ്ടിയുടെ ടയർ നമുക്ക് മാക്സിമം എത്ര വർഷം യൂസ് ചെയ്യാം? 4 മുതൽ 5 വർഷം വരെ നമുക്ക് മാക്സിമം ടയർ യൂസ് ചെയ്യാം. ഈ യൂസ് ചെയ്തതിന് ശേഷം പിന്നീട് പല ആൾക്കാർക്കും ടയർ മാറേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ സ്വന്തം ടയറിൻ്റെ സൈസും സ്പെസിഫിക്കേഷനും ഏതാണെന്നും പലർക്കും പറയാനായിട്ട് അറിയത്തില്ല. ഒരു ഷോപ്പിൽ ചെന്നിട്ട് പറയും, ഞാൻ ഉപയോഗിക്കുന്നത് ഇന്നൊരു വാഹനമാണ്, അതുകൊണ്ട് ഇന്ന വാഹനത്തിന് ടയർ തരാനായിട്ട് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഒരു കാരണവശാലും നമ്മൾ അത്രയും അറിവില്ലായ്മ ഒരു കാരണവശാലും നമ്മൾ കാണിക്കുവാൻ പാടില്ല. ഇനി നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്, നമ്മളുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ സൈഡ് പ്രൊഫൈലിലായിട്ട് നിങ്ങൾ നോക്കുക, ഈ ഒരു ഭാഗത്തായിട്ട് 165 ബാറ് 70 R40 81 S എന്ന് രേഖപ്പെടുത്തിയേക്കുന്നു. ഇതാണ് വാഹനത്തിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഈ 165 എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ടയറിൻ്റെ വിഡ്ത്താണ്. അതായത് ഈ ഒരു വിഡ്ത്തിനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 165 എന്ന് പറയുന്നത് മില്ലിമീറ്റർ ആണ്. 165 മില്ലിമീറ്റർ ആണ് വാഹനത്തിൻ്റെ വിഡ്ത്ത്. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ 70 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് 70% ആണ്. അതായത് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയും. അതായത് ഈ ടയറിൻ്റെ സൈഡ് പ്രൊഫൈലിൻ്റെ ഈ ഒരു ഹൈറ്റിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ 165ൻ്റെ 70% ആണ് ഈ സൈഡ് പ്രൊഫൈലിൻ്റെ ഹൈറ്റ് വരുന്നത്. ഏകദേശം 115 മില്ലിമീറ്റർ സൈഡ് പ്രൊഫൈലിൻ്റെ ഹൈറ്റ് വരുന്നു. പിന്നെ തൊട്ട് ചേർന്ന് ഈ രേഖപ്പെടുത്തിയേക്കുന്നത് 6 എന്ന് രേഖപ്പെടുത്തിയേക്കുന്നത് ഇത് ഏത് ടൈപ്പ് ടയറാണ്? ഇത് റേഡിയൽ ടൈപ്പ് ടയറാണ്. അതുകൊണ്ടാണ് ഇവിടെ 6 എന്ന് എഴുതിയേക്കുന്നത്. പിന്നെ തൊട്ട് ചേർന്ന് 14 എന്ന് എഴുതിയിട്ടുണ്ട്, അതായത് 14 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ 14 സൂചിപ്പിക്കുന്നത് ഈ റിമ്മിൻ്റെ ടോട്ടൽ വ്യാസത്തെയാണ്. റിമ്മിൻ്റെ ടോട്ടൽ വ്യാസം നമ്മൾ എപ്പോഴും പറയുന്നത് ഇഞ്ചിലായിരിക്കും. അതായത് ഈ ഒരു ഡയമീറ്റർ പറയുന്നത് ഇഞ്ചിലായിരിക്കും. അപ്പോൾ ഇത് 14 ഇഞ്ചാണ് ഈ റിമ്മിൻ്റെ ടോട്ടൽ വ്യാസം വരുന്നത്. പിന്നെ ഇവിടെ തൊട്ട് ചേർന്ന് 81 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് ഉദ്ദേശിക്കുന്നത് ലോഡ് ഇൻഡെക്സ് ആണ്. അതായത് ഈ വാഹനത്തിൻ്റെ ടയർ മാക്സിമം പ്രഷർ അടിച്ചു വരുമ്പോൾ ഉള്ള ആ ഒരു പ്രഷറിൽ വാഹനം താങ്ങുന്ന ആ ലോഡിൻ്റെ അളവിനെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 81 എന്ന് പറയുന്നതിൻ്റെ എത്ര ലോഡാണ് വരുന്നത് എന്നുള്ളത് ഞാൻ ഈ ഒരു സൈഡിൽ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഈ കാണിച്ചേക്കുന്നത് സ്പീഡ് റേറ്റിംഗ് ആണ്. ഈ ടയർ നമുക്ക് എത്ര സ്പീഡ് വരെ യൂസ് ചെയ്യാമെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്.
ഇനി ഒട്ടുമിക്ക ബ്രാൻഡഡ് കമ്പനിയുടെ ടയറുകളിലും സൈഡിലായിട്ട് വാഹനത്തിൻ്റെ ടയറിൻ്റെ മാക്സിമം വെയിറ്റ് എത്ര താങ്ങാമെന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിവിടെ 81 എഴുതിയിട്ടുണ്ട്. എന്നാൽ പോലും കൃത്യമായിട്ട് അത് അറിയാനായിട്ട് നിങ്ങളിവിടെ നോക്കുക. മാക്സിമം ലോഡ് 462 കിലോഗ്രാം ലോഡ് മാക്സിമം പ്രഷർ അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ടയർ താങ്ങുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു ടയറിൽ പറയുന്ന മാക്സിമം പ്രഷർ ഒരു കാരണവശാലും നിങ്ങൾ അടിക്കുവാൻ പാടില്ല. അത്രയും പ്രഷർ എന്ന് പറഞ്ഞാൽ ഇത് മാക്സിമം പ്രഷറാണ് പറയുന്നത്. ആ ഒരു പ്രഷറിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ വാഹനം ഡ്രൈവ് ചെയ്യുന്നതിന് ദോഷമാണ്. എന്നാൽ എപ്പോഴും നമ്മൾ പ്രഷർ അടിക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ ആ ഒരു കമ്പനി പറയുന്നൊരു പ്രഷർ. ഉദാഹരണം പറയാം, നമ്മൾ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു വണ്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് കമ്പനി പറയുന്ന ഒരു പ്രഷർ എത്രയാണോ ആ ഒരു അളവിലുള്ള പ്രഷർ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സാധാരണ 28 PSI മുതൽ 36 PSI ഒക്കെ വരെയാണ് വാഹനത്തിന് പ്രഷർ അടിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പ്രഷർ അടിക്കുവാനായിട്ട് ശ്രമിക്കുക. ഒരു ടയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ടയറിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും. എന്നാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു വണ്ടി ഉപയോഗിക്കുന്ന ഒരാൾ അടിസ്ഥാനപരമായിട്ട് ഇത്രയെങ്കിലും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഈ ചെറിയ അറിവ് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.